വടക്ക് മഞ്ചേശ്വരം തൊട്ടുള്ളത്. മഞ്ചേശ്വരം അതുപോലെ തന്നെ പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കുന്നതിന് അതല്ലേ അവിടെ നാട്ടിൽ ഇങ്ങോട്ട് വരാൻ ഇറങ്ങുന്നില്ല. അവിടെ തൊട്ടിട്ട് അവിടെ ഒരു പോയിന്റ് ഇല്ല. അവിടെ നോക്കുന്നു താങ്കൾ നാട്ടിൽ വരാൻ പറ്റും. അപ്പൊ അവിടെ ടാങ്ക് നിറയുന്നതിന് തൊട്ട് മുമ്പാട്ടെ ഓവർഫ്ലോ ചെയ്താൽ മതി. എന്നെ മാത്രം കാണുന്നില്ല. അങ്ങനെ ചെയ്തൊക്കെ സ്വന്തമായിട്ട് സൂപ്പർവൈസർ अच्छा पैसी है ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിത് ബാക്ക് വാഷ് ചെയ്യണം. ഈ കുറ്റി ഇതിനകത്താണ് അഴുക്കെല്ലാം പിടിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ കറണ്ടിൻ്റെ വയർ ആദ്യം ഓഫ് ചെയ്യണം. ഇത് യു വി ലാമ്പിൻ്റെ ഇത് നമ്മുടെ മിഷൻ്റെ. ഇത് രണ്ടും നമ്മൾ ആദ്യം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാൽവ് ഇപ്പോൾ ഫിൽറ്ററിലാണ് അടക്കുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ അഴുക്ക് കളയാനായിട്ട് ഈ വാൽവ് ഇങ്ങനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ബാക്ക് വാഷ് എന്ന് പറഞ്ഞ പൊസിഷനുണ്ട്, ഒരു വെട്ടുണ്ട്, വെട്ടിലിടുക. അതെ ബാക്ക് വാഷ് എന്ന് കാണിച്ചു. ബാക്ക് വാഷ് എന്താ ഇതിലിടുക. ഇതിലിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വേസ്റ്റ് വെള്ളം ഇതിനകത്ത് നിന്നുള്ള അഴുക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിപ്പോൾ പൈപ്പ് ഇട്ട് വെച്ചിരിക്കുക. ഈ പൈപ്പ് വഴി വേസ്റ്റ് വെള്ളം വെളിയിലോട്ട് പോകും. പൈപ്പ് വഴി പോയി ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും. ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളമല്ല, അഴുക്കുണ്ടാവും. അഴുക്ക് കുറച്ച് കളയുക. കളഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒന്ന് തെളിഞ്ഞെന്ന് കാണും. ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് കൊണ്ട് വെള്ളം തെളിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വാൽവ് തിരിക്കുക. പ്രസ് ചെയ്ത് തിരിച്ചിട്ട് റിൻസിലിടുക. റിൻസ് ഒരു വെട്ടുണ്ട്, വെട്ടിലേക്ക് പ്രസ് ചെയ്തിടുമ്പോഴത്തേക്ക് റിൻസായി. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇതിലൂടെ പോകും. എന്നുവെച്ചാൽ കുറ്റിയുടെ അകത്ത് കിടക്കുന്ന മൊത്തത്തിലൊന്ന് തിരിച്ചാൻ വേണ്ടി, ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മളൊരു 3 മിനിറ്റ് ഇടുക. 3 മിനിറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ചെടുത്തിട്ട് ഫിൽറ്ററിലേക്ക് ഇടുക. ഫിൽറ്ററിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെള്ളം കട്ടാവും. ഇവിടെ വെള്ളം നിൽക്കും. പിന്നെ വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് നേരെ ഈ പൈപ്പ് വഴി നേരെ മെഷീനിലോട്ട് പോവുക. മെഷീനിൽ വന്ന് കയറുക. മെഷീനിൽ കയറി വെള്ളം ഫിൽട്രേഷനാകും. അൾട്രാ ഫിൽട്രേഷനായിട്ട് പിന്നെ ആ വെള്ളം UV ലാമ്പിലോട്ടാണ് കയറുന്നത്. UV ഇത് കീടാണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ UV ലാമ്പിനകത്തൂടെ കയറിയാണ് വെള്ളം ടാങ്കിലേക്ക് പോകുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ മെഷീന് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഈ പ്ലഗ്
ഇതിവിടെ കുത്തുക. ഇത് UV ലാമ്പിൻ്റെ. പിന്നെ ഇത് മിഷൻ്റെ പിന്നെ ഇത് നമ്മൾ ഇത് കുത്തിയതിന് ശേഷം ഇവിടെ മാനുവൽ എന്നുള്ള ലൈറ്റ് കത്തി ചെയ്യും ഇവിടെ. അപ്പോൾ നമ്മൾ പമ്പ് എന്നുള്ളൊരു കൊടുത്തിട്ടുണ്ട്, പമ്പ് കണ്ട. ഇത് നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മിഷൻ സ്റ്റാർട്ടാവും. മിഷൻ സ്റ്റാർട്ടായിട്ട് ശുദ്ധമായിട്ടുള്ള ജലം നേരെ കയറി ടാങ്കിൽ പോയി നിറയും. ടാങ്കിൻ്റെ ഭാഗം കാണിച്ചു തരാം. ഇപ്പോൾ 2 പൈപ്പാണ് പോകുന്നത് മേലിൽ കൂടെ 3/4 ഇഞ്ച്. ഇതിപ്പോൾ ശുദ്ധജലം വീഴുന്നത് വെള്ള ടാങ്കിൻ്റെ അകത്താണ്. വേസ്റ്റ് വാട്ടർ അവിടെ അപ്പുറത്തൊരു കറുപ്പ് ടാങ്ക് ഉണ്ട്. ആ കറുപ്പ് ടാങ്കിനകത്താണ് വേസ്റ്റ് വാട്ടർ വീഴുന്നത്. അപ്പോൾ വേസ്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ നമുക്കത് പാത്രം കഴുകാനൊക്കെ എടുക്കാം. ഇവിടെ താഴെ ടാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം കഴുകാനൊക്കെ എടുക്കാം. അത് വെറുതെ വേസ്റ്റായി കളയണം, എടുക്കാം. പിന്നെ നല്ല വെള്ളം അതിൽ ടാങ്കിൽ കൂടെ വന്നിട്ട് എവിടെയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എല്ലാം നമ്മൾ ലൈൻ എത്തിച്ചിട്ടുണ്ട്.